ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ കൈറ്റ് വിക്ടേഴ്സിൽ തന്ന ആക്ടിവിറ്റിയാണ്. ബയോഡേറ്റ ഓഫ് ടോൾസ്റ്റോയ് ആണ് ഫസ്റ്റ്. ബോൺ ഓൺ August 28, 1828, Yasnaya Polyana in Russia. Parents Count Nikolai Lich Tolstoy and Countess Maria Tolstoy. Popular as a Russian author. Major works: War and Peace 1869, Anna Karenina 1877. Achievements, awards, honors ഏതൊക്കെയാണ്? Received multiple nomination for Nobel Prize in Literature every year from 1902 to 1906 and nomination for the Nobel Peace Prize in 1901, 1902 and 1910. Died on November 20, 1910 in Astapova, Russian Empire. പാരൻസിൻ്റെ ഇൻഫോർമേഷൻ ഒന്നും നമ്മുടെ പ്രൊഫൈലിൽ കൊടുത്തിരുന്നില്ല, പക്ഷേ നിങ്ങളുടെ ബയോഡേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞ കാരണമാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞത് മഹാത്മാഗാന്ധിയെ പറ്റിയൊരു ആൽബം തയ്യാറാക്കാനാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ, പിക്ചേഴ്സ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോട്സ് ഓൺ മഹാത്മാഗാന്ധി ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രൊഫൈൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എഴുതേണ്ടത് മഹാത്മാഗാന്ധിയെ പറ്റിയൊരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്ക് ഫസ്റ്റ് അത് നോക്കാം. Mahatma Gandhi's full name is Mohandas Karamchand Gandhi. He was born on October 2nd, 1869 in Porbandar, Gujarat. He was also called Bapu and known as the father of nation. He was a great freedom fighter and an Indian political leader. He was well known for his policy of truth and non-violence. Mahatma Gandhi was the most popular freedom fighter and political leader of India. He initiated many freedom movements and was the main figure in Indian freedom struggle. He was much respected that he was called Bapu or the father in India. He is also called father of nation. Gandhiji's fight for the rights of suppressed began in South Africa. Gandhiji was shot dead on 30th January 1948 at Birla House, New Delhi by Nathuram Godse. അപ്പോൾ ഗാന്ധിജി ജനിച്ച വർഷം അദ്ദേഹം ഫാദർ ഓഫ് നേഷനായി അറിയപ്പെട്ടു. അദ്ദേഹം അഹിംസയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സൗത്ത് ആഫ്രിക്കയിലാണ് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ തുടങ്ങിയത്. അദ്ദേഹം മരണപ്പെട്ടത് 30th January 1948 നാഥുറാം ഗോഡ്സെ വെടിവെക്കുന്നതിലൂടെയാണ്. നെക്സ്റ്റ് പറയുന്നത് കോഡ്സ് ആണ്. An eye for eye only ends up making the whole world blind. കണ്ണിന് ഒരു കണ്ണ് എന്നുള്ള രീതിയാണെങ്കിൽ ലോകത്തെ മുഴുവൻ നിങ്ങൾ അന്ധരാക്കും, അല്ലേ? അതാണ് പറയുന്നത്. അതായത് വാളിനെ വാളുകൊണ്ട് തന്നെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. നിങ്ങൾ ആലോചിക്കുന്ന കാര്യം, നിങ്ങൾ പറയുന്ന കാര്യം, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു ഒത്തൊരുമ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. വേർ ദർ ഈസ് ലവ് ദർ ഈസ് ലൈഫ്. ഇൻ എ ജെൻറ്റിൽ വേ യു ക്യാൻ ഷെയ്ക്ക് ദ വേൾഡ്. ഒരു ജെൻറ്റിലായിട്ടുള്ള രീതിയിൽ, സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ലോകത്തിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇഫ് യു ഡോണ്ട് ആസ്ക് യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്. നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങൾക്കൊന്നും കിട്ടില്ല. ആക്ഷൻ എക്സ്പ്രസ്സസ് പ്രയോറിറ്റീസ്. നിങ്ങളുടെ മുൻഗണനകൾ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ദ വീക്ക് ക്യാൻ നെവർ ഫോർഗീവ്. ഫോർഗിവ്നെസ് ഈസ് ദി ആട്രിബ്യൂട്ട് ഓഫ് ദി സ്ട്രോങ്. ഇത്തരമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മാപ്പ് കൊടുക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വി ഡു ഇൻ ദ പ്രസൻറ്റ്. നമ്മളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പ്രസൻറ്റിൽ എന്ത് ചെയ്യുന്നു അതിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഹേറ്റ് ദ സിൻ, ലവ് ദ സിന്നർ എന്ന് പറഞ്ഞാൽ എന്താ? പാപം. അപ്പോൾ പാപത്തിനെ വെറുക്കൂ. പാപം ചെയ്ത ആളെയല്ല വെറുക്കേണ്ടത്. നോബഡി ക്യാൻ ഹർട്ട് മീ വിത്തൗട്ട് മൈ പെർമിഷൻ. ആർക്കും എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല, വേദനിപ്പിക്കാൻ പറ്റില്ല എൻ്റെ പെർമിഷൻ ഇല്ലാതെ, എൻ്റെ അനുവാദമില്ലാതെ. ഓക്കെ, അപ്പോൾ ഈ കോഴ്സൊക്കെ നിങ്ങൾക്ക് ആ പ്രൊഫൈൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഗാന്ധിജിയുടെ പിക്ചേഴ്സും ഇമേജസും ഒക്കെ ചേർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡിഡ് ഗാന്ധിജി തിങ്ക് ഓഫ് എക്സ്പെരിമെൻറ്റ് വിത്ത് ന്യൂ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. എന്തുകൊണ്ടാണ് ഗാന്ധിജി പുതിയൊരു സിസ്റ്റം എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത്, എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്? ഗാന്ധിജി ഡിഡിൻറ്റ് ബിലീവ് ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ബൈ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് ദ ട്രൂ സിസ്റ്റം. ഗാന്ധിജിക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന എഡ്യൂക്കേഷൻ്റെ സിസ്റ്റത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ടും ഒരു ശരിയായ സിസ്റ്റം കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പുതിയൊരു സിസ്റ്റത്തിന് വേണ്ടി ആലോചിച്ചു തുടങ്ങിയത്.
അക്കോർഡിംഗ് ടു ഗാന്ധിജി, ഹൂ കുഡ് ഇമ്പാർട്ട് ട്രൂ എഡ്യൂക്കേഷൻ? ആർക്കാണ് ശരിയായ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് ഗാന്ധിജിയുടെ അഭിപ്രായ പ്രകാരം? അക്കോർഡിംഗ് ടു ഗാന്ധിജി, ഓൺലി പാരൻസ് ഹു കുഡ് ഇമ്പാർട്ട് ട്രൂ എഡ്യൂക്കേഷൻ അണ്ടർ ഐഡിയൽ കണ്ടീഷൻസ്. കുട്ടികളുടെ മാതാപിതാക്കൾക്ക് മാത്രമാണ് ശരിയായ കണ്ടീഷൻസിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുള്ളൂ. വാട്ട് ഡിഡ് ഗാന്ധിജി ഗിവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു? ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഗാന്ധിജി എന്തിനാണ് കൊടുത്തിരുന്നത്? ഗാന്ധിജി ഗീവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു മേക്ക് സം പ്രൊവിഷൻ ഫോർ ദി എഡ്യൂക്കേഷൻ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ദെയർ ക്യാരക്ടർ ബിൽഡിംഗ്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ക്യാരക്ടർ ബിൽഡിംഗ്, നല്ല മനുഷ്യന്മാരായി നല്ല പേഴ്സണാലിറ്റി ഉള്ളവരായി വളർത്തിയെടുക്കാനുമായിരുന്നു. The inmates included people from different categories and different religious sections. There were among these Hindu, Muslim, Parsi and Christians. He included everyone and accommodated everybody. അപ്പോൾ ആരൊക്കെയായിരുന്നു ഇൻമേറ്റ്സ്? പല കാറ്റഗറിയിൽ നിന്നും പല റിലീജിയസ് സെക്ഷനിൽ നിന്നും അല്ലേ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. ഹിന്ദുസ് ഉണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു, പാർസീസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു, എല്ലാവർക്കും താമസിക്കാൻ സ്ഥലവും കൊടുത്തിരുന്നു. Why couldn't Gandhiji appoint special teachers for Indian students in the Tolstoy farm? എന്തുകൊണ്ടാണ് ഗാന്ധിജിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി ആ ടോൾസ്റ്റോയ് ഫാമിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്? ഇതാണ് റീസൺ പറയുന്നത്. ടീച്ചേഴ്സ് വർ അൺഅവൈലബിൾ ആൻഡ് ഈവൻ വെൻ അവൈലബിൾ നൺ വുഡ് ബി റെഡി ടു ഗോ ടു എ പ്ലേസ് 21 മൈൽസ് ഡിസ്റ്റൻറ്റ് ഫ്രം ജോഹന്നസ്ബർഗ് ഓൺ എ സ്മോൾ സാലറി. ഇതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല, അത്രത്തോളം ഒന്നും ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ അവൈലബിൾ ആണെങ്കിൽ തന്നെ, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ജോഹന്നാസ്ബർഗിൽ നിന്നും ഇത്രയും 20-21 മൈൽ ദൂരെയുള്ള ടോൾസ്റ്റോയ് ഫാമിലേക്ക് ആരും തുച്ഛമായ ശമ്പളത്തിന് വരാൻ തയ്യാറാവില്ല. വാട്ട് വർ ദ 3 റീസൺസ് ഗാന്ധിജി ഫേസ്ഡ്? ഏത് 3 റീസൺസാണ് ഗാന്ധിജി ഫേസ് ചെയ്തിരുന്നത്? ഇപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് എന്താ? ദർ വർ നോ ടീച്ചേഴ്സ് അവൈലബിൾ. ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് വൺ പറയുന്നത് എന്താ? ദേ ഡിഡ് നോട്ട് ഹാവ് ഫിനാൻഷ്യൽ ഫണ്ട്സ് ആൻഡ് ഫെസിലിറ്റീസ്. അവർക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ ഫണ്ട്സ്, അവർക്ക് അത്രയധികം പൈസയൊന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരുന്നില്ല. തേർഡ് റീസൺ എന്താ പറയുന്നത്? ഗാന്ധിജി വാണ്ടഡ് ടു എക്സ്പെരിമെൻറ്റ് വിത്ത് ഹിസ് ഓൺ ട്രൂ എഡ്യൂക്കേഷൻ ട്രൂ സിസ്റ്റം. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു പാഠ്യരീതി കണ്ടുപിടിക്കണമായിരുന്നു. അത് പരീക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് അദ്ദേഹം പുതിയ ടീച്ചേഴ്സിനെ അവിടേക്ക് വരുത്താതിരുന്നത്. അതാണ് 3 റീസൺസ് പറയുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നത് ഇതാണ്: ഡിസ്ക്രൈബ് വാട്ട് മേഡ് ഗാന്ധിജി സ്റ്റാർട്ട് ടോൾസ്റ്റോയ് ഫാം. എന്തുകൊണ്ടാണ് ഗാന്ധിജി ഒരു ടോൾസ്റ്റോയ് ഫാം തുടങ്ങിയത്? ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിങ്ങനെ എഴുതാം. Tolstoy farm was created in 1910. The ashram served as the headquarters of the campaign of Satyagraha against discrimination against Indians in Transvaal, where it was located. Tolstoy farm was in part born out of practical necessity. Funds were running short, morale was sinking, and the movement missed the benefits that might accompany the establishment of a center where its followers might assemble and coordinate their activities. The Transvaal settlement accommodated all 3. Money was saved, morale was boosted, and the Satyagrahis, according to Gandhi, received training that proved to be of great use in the last fight. Okay. അപ്പോൾ ജനറലി എന്തിനാണ് ടോൾസ്റ്റോയ് ഫാം തുടങ്ങിയത്? 1910 ടോൾസ്റ്റോയ് ഫാം തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ആ ആശ്രമം എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള ആ ഡിസ്ക്രിമിനേഷൻ, വേർതിരിവും അതുപോലെ തന്നെ സത്യാഗ്രഹത്തിൻ്റെ ഒരു സെൻറ്റർ പോലെ, ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ പ്രവർത്തിച്ചു പോന്നു. ടോൾസ്റ്റോയ് ഫാം ശരിക്കും തുടക്കമിട്ടത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ആവശ്യം കൊണ്ടാണ്. ഗാന്ധിജിയെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് 3 മാസത്തോളം ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ജയിലിലടച്ചു കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഫോളോവേഴ്സൊക്കെ, അതിൽ കുറേ പേരൊക്കെ അതിൽ നിന്നും കൊഴിഞ്ഞു പോയി. അതായത് അവർ വീണ്ടും സത്യാഗ്രഹത്തിനെയോ അതുപോലെ തന്നെ അഹിംസയോ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർക്കെതിരായിട്ട് എടുത്തിരുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് കൊണ്ടാണ്. ആരെങ്കിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നിന്നിരുന്നെങ്കിൽ അവരെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് നാടുകടത്തിയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അവർക്കൊരു ജീവിതമാർഗം നഷ്ടപ്പെട്ടിരുന്നു ഇങ്ങനെയുള്ള സത്യാഗ്രഹത്തിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ അതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഗാന്ധിജി ഇങ്ങനൊരു ടോൾസ്റ്റോയ് ഫാം തുടങ്ങാൻ നിർബന്ധിതനായത്. അതുകൊണ്ടാണ് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ആവശ്യം വന്നതുകൊണ്ടാണ് ടോൾസ്റ്റോയ് ഫാം
ഗാന്ധിജി ഉണ്ടാക്കിയതെന്ന് പറയുന്നു. ഈ ടോൾസ്റ്റോയ് ഫാം തുടങ്ങാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് അദ്ദേഹം ജയിലിൽ വെച്ച് വായിച്ച ടോൾസ്റ്റോയിൻ്റെ ബുക്കുകളാണെന്ന് പറയപ്പെടുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള പൈസ കുറവായിരുന്നു. അതുപോലെ തന്നെ ആ മൂവ്മെൻറ്റിനെ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്ന അത്ര ആൾക്കാരൊന്നും ഇപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാതെയായി. ആൾക്കാരുടെ ഇടയിലുള്ള ആ ആത്മവിശ്വാസമൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന് എന്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു സെൻറ്റർ ഉണ്ടാവണം. ആ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു നോർമൽ സെൻറ്റർ, ഒത്തുകൂടാനുള്ള സെൻറ്റർ മാത്രം ആവരുത്. അങ്ങനെയുള്ള ഒത്തുകൂടുന്ന ആൾക്കാർക്കൊക്കെ ഒരു ജീവിതമാർഗം കൂടി അതിൽ നിന്ന് ഉണ്ടാവണമെന്ന് അദ്ദേഹം ആശിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ടോൾസ്റ്റോയ് ഫാം തുടങ്ങിയത്. പൈസ സേവ് ചെയ്തിരുന്നു. ഈ ടോൾസ്റ്റോയ് ഫാമിൽ അവർ ഫാമിങ് ചെയ്തിരുന്നു. വെറുതെയുള്ള മീറ്റിങ്സും സത്യാഗ്രഹവും അങ്ങനെയുള്ള പ്ലാനിങ് മാത്രമായിരുന്നില്ല. എന്ത് ചെയ്തിരുന്നു? അവരുടെ ജീവിതത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പഠിപ്പിച്ചിരുന്നു, അവിടെ ചെയ്തു പോന്നിരുന്നു. ഫാമിംഗ് ആയിക്കോട്ടെ, വീവിങ് ആയിക്കോട്ടെ ഒക്കെ അവിടെ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സപ്പോർട്ടേഴ്സിനൊക്കെ ഒരു ജീവിതമാർഗം കൂടി അദ്ദേഹം അതിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനും കഴിഞ്ഞു. അപ്പോൾ പൈസയുടെ കാര്യം അദ്ദേഹം സോൾവ് ചെയ്തു. അതുപോലെ തന്നെ മൊറൈൽ വാസ് ബൂസ്റ്റഡ്, അവരുടെ ഇടയിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തു. പിന്നെ തേർഡ് വൺ എന്താ പറയുന്നത്? സത്യാഗ്രഹീസിന് അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങും അദ്ദേഹം ടോൾസ്റ്റോയ് ഫാമിലൂടെ കൊടുത്തുകൊണ്ടിരുന്നു. അത് അവർക്ക് അവസാന ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ഊർജം നൽകിയിരുന്നെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ആക്ടിവിറ്റി സെക്ഷനിൽ വന്നിരുന്നത് കഴിഞ്ഞ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.